എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രം വരുന്നത് മീനൻ രാശിയിലാണ്. മീനൻ രാശിയിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 4-ലും തുടർന്ന് 5-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു, രാഹു 12-ൽ സഞ്ചരിക്കുന്നു, കേതു 6-ലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് 2026 വർഷം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. എങ്കിലും ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട്. 4-ലും 5-ലും വ്യാഴം നിൽക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ടെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വളരെയധികം കരുതലോടെ മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കി അതിജീവിച്ച് നല്ല നിലയിലുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതും ആയിരിക്കും. ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. പക്ഷെ എല്ലാത്തിലും കുറച്ച് തടസ്സങ്ങളുണ്ടാകും. ഇപ്പം ഗൃഹവാഹനം ആദി ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. പക്ഷെ എല്ലാത്തിലും കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന് ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജന്മശനി ആയതുകൊണ്ട് മനക്ലേശങ്ങളുണ്ടാവും. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ബന്ധുജന വിരോധങ്ങളൊക്കെ വന്നു ചേരാവുന്ന ഒരു സമയവുമാണ്. പക്ഷേ എങ്കിലും ഈശ്വരാധീനം നല്ല നിലയിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. വർഷത്തിൻ്റെ 2ാം പകുതിയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് ചേരുന്ന ഒരു കാലയളവാണ്. പക്ഷേ എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ വന്ന് അതിലൊന്നും പെടാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.